കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. അഡ്വാൻസ്ഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ഡിസ്പ്ലേ മോഡ് ഫിൽ സ്ക്രീൻ ആക്കി മാറ്റുക. ഡിഫാൾട്ട് ഫോട്ടോ ഡ്യൂറേഷൻ 3.5 സെക്കൻഡായി സെറ്റ് ചെയ്യുക. ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ഇവിടെ നാം 6 ഇമേജുകളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിപ്പ് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. യുവർ കളേഴ്സ് എന്ന ഈ ഒരു ഗ്രാഫിക്സ് ആണ് ഈ വീഡിയോ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഗ്രാഫിക്സ് നിങ്ങളുടെ കൈൻമാസ്റ്ററിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഗ്രാഫിക്സ് ലഭിക്കുന്നതിന് നിങ്ങളുടെ ഫോണിൽ നിന്നും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. സെർച്ച് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ബീറ്റ് സിങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹോട്ട് വീഡിയോസ് ഈസി ആൻഡ് ക്വിക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ കൊടുക്കുക. ബീറ്റ് സിങ്ക് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഓപ്പൺ കൊടുക്കുക. ഇമേജ് ആഡ് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. താഴെ ഈ കാണുന്നതെല്ലാം ഓരോ തരത്തിലുമുള്ള ഗ്രാഫിക്സുകളാണ്. ഇവിടെ നമുക്ക് യുവർ കളേഴ്സ് എന്ന രണ്ടാമത്തെ ഈ ഗ്രാഫിക്സ് ആണ് വേണ്ടത്. ഇത് നിങ്ങളുടെ കൈൻമാസ്റ്ററിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഈ കൈൻമാസ്റ്റർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഗ്രാഫിക്സ് ഡൗൺലോഡഡ് ആയിട്ടുണ്ട്. കൈൻമാസ്റ്ററിലെ എഡിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. യുവർ കളേഴ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള 13 ഗ്രാഫിക്സുകൾ ലഭ്യമാണ്. ഇവിടെ നമുക്ക് 13ാമത്തെ ഈ ഗ്രാഫിക്സ് സെലക്ട് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ ഇമേജ് ലെയറുകളിലും ഒന്നൊന്നായി ക്ലിക്ക് ചെയ്ത് യുവർ കളേഴ്സിൽ നിന്നും 13ാമത്തെ ഗ്രാഫിക്സ് മാത്രം സെലക്ട് ചെയ്ത് നൽകുക. ഇവിടെ എല്ലാ ഇമേജുകൾക്കും വേണ്ട ഗ്രാഫിക്സുകളും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.